Welcome to BSc Main Physics, Semester 4, 42nd lecture, Classical Mechanics. Classical Mechanics, we are seeing the chapter Unit 7, Frames of Reference, Galilean Transformation and Special Theory of Relativity. And today this is the last topic from Frames of Reference. The last topic from Frames of Reference, that is Coriolis force and centrifugal force. The topic of discussion today is Coriolis force and the centrifugal force. This is for BSc Main Physics students of semester 4. So when we study Coriolis force, we have to understand what is the non-inertial rotating frame. Non-inertial rotating frame. In the previous class, we have studied non-inertial translational frame, translational motion. And today, we study fictitious force in rotational motion. That is, we are going to see a rotating frame, which is an example of a non-inertial frame. So our title, the topic is fictitious force in rotational motion or uniformly rotating frame, and in this frame we study two forces known as Coriolis force and the centrifugal force. Coriolis force and the centrifugal force. അപ്പോൾ നമ്മൾ ഈ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു ഭാഗത്തിൻ്റെ അവസാന ടോപ്പിക്കാണ് പറയുന്നത്. ഇത് ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമിനെ എപ്പോഴും നമ്മൾ ഒരു നോൺ ഇനർഷ്യൽ ഫ്രെയിം അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് ഫ്രെയിം എന്നാണ് വിളിക്കുന്നത്. കാരണം ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് അകത്തേക്ക് കാണും, അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പുറത്തേക്ക് കാണും. ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണത്. അപ്പോൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നോൺ ഇനർഷ്യൽ ഫ്രെയിമിൻ്റെ പ്രോപ്പർട്ടിയാണ്. ആ സെൻസിൽ ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിം ഒരു നോൺ ഇനർഷ്യൽ ഫ്രെയിമാണ്, ആക്സിലറേറ്റഡ് ഫ്രെയിമാണ്. ഇത്തരം ഫ്രെയിമിൽ ഒരു വസ്തു ചലിക്കുകയാണെങ്കിൽ, റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ രണ്ട് പ്രധാനപ്പെട്ട ഫോഴ്സുകൾ പഠിക്കാൻ സാധിക്കും. രണ്ട് ഫിക്റ്റീഷ്യസ് ഫോഴ്സ്, രണ്ട് സ്യൂഡോ ഫോഴ്സുകളെ പഠിക്കാൻ പറ്റും. അവയെ വിളിക്കുന്ന പേരാണ് കൊറിയോളിസ് ഫോഴ്സ് ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അതുകൊണ്ട് ഡിസ്കഷൻ നമ്മൾ ഈ രണ്ട് ഫോഴ്സിനെ കുറിച്ചാണ് നടത്തുന്നത്. ഏതൊക്കെയാണ് ഫോഴ്സ്? കൊറിയോളിസ് ഫോഴ്സ് ആൻഡ് ദി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. കൊറിയോളിസ് സ്പെല്ലി നോക്കുക, CORIOLIS. Coriolis force and centrifugal. Centrifugal, centripetal, the opposite force. Whenever a body is rotating, that is called centrifugal. So you see what is rotating frame. Consider two frames S and S dash as shown. അപ്പോൾ ഒരു ഫ്രെയിം കാണിച്ചിരിക്കുന്നത് X1, X2, X3, X1, X2, X3 എന്നാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ റൊട്ടേറ്റ് ചെയ്ത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ നമ്മൾ കാണിക്കുകയാണ്. അപ്പോൾ ഡോട്ടഡ് ലൈൻ ആണ് ആ റൊട്ടേറ്റ് ചെയ്ത ഫ്രെയിമിനെ കാണിച്ചിരിക്കുന്നത്, റൊട്ടേറ്റഡ് പൊസിഷൻ കാണിക്കുന്നത്. X1 ഡാഷ്, X2 ഡാഷ്, X3 ഡാഷ്. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്രെയിം X1, X2, X3 ഒരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്താൽ കിട്ടുന്ന ഒരു പൊസിഷനാണ് X1 ഡാഷ്, X2 ഡാഷ്, X3 ഡാഷ് എന്ന് വിചാരിക്കുക. അപ്പോൾ X1, X2, X3 ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ റൊട്ടേറ്റിംഗ് ഫ്രെയിം എന്നുള്ള വാക്ക് നമ്മൾ കൊടുക്കുക. So now we look. The frame S is equal to X1, X2, X3 is an inertial frame, and the frame S dash equal to X1 dash, X2 dash, X3 dash is a rotating frame. The origins of two frames coincide. രണ്ട് ഫ്രെയിമുകളുടെയും ഒറിജിൻസ് കോയിൻസൈഡ് ചെയ്യും എന്ന് കരുതണം. The equation of motion of a body in the fixed space axis inertial frame is given by. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഫിക്സഡ് ആക്സിൽ, ഫിക്സഡ് ആക്സിൽ ഒരു വസ്തു ഇരിക്കുകയാണെങ്കിൽ, ചലിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോഴ്സ് നമ്മൾ ആദ്യം എഴുതുകയാണ്. ആ ഫോഴ്സ് ഇങ്ങനെ എഴുതുന്നത്, ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഇതാണ്: F space is equal to F body plus 2m omega cross V body plus m omega cross R plus
m into d omega by dt cross r വെക്റ്റർ. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് സംശയം വരാം. ഇതിന് കുറച്ച് ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ കിട്ടാനായിട്ട് ഒരു 2 പേജ് കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷൻ പൊതുവെ നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം ഇതിൽ നിന്ന് ചോദിക്കുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റനാണ് ചോദിക്കുന്നത്. ആ ഷോർട്ട് ആൻസേഴ്സ് എല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എസ് എ ആയിട്ട് അങ്ങനെ ചോദിച്ച് കാണുന്നില്ല. അതുകൊണ്ടാണ് എസ് എ മോഡലിൽ പറയാതെ നമ്മൾ ഷോർട്ട് ആൻസർ മോഡലിൽ പറയുന്നത്. അതുകൊണ്ട് ഈ ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിച്ചിരിക്കണം. ഇതിലേക്ക് വരുന്ന രീതി നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ എന്താണ്, ഒരു വസ്തു ഇങ്ങനെ റൊട്ടേറ്റീവ് ഫ്രെയിമിൽ ഇരിക്കുകയാണെങ്കിൽ അതിന് പുറത്ത് ആ സ്പേസിനെ, അതായത് ഫസ്റ്റ് ആക്സിനെ അടിസ്ഥാനപ്പെടുത്തിയ ഫോഴ്സ് പറഞ്ഞാൽ എഫ് സ്പേസ് ഈസ് എഫ് ബോഡി. അപ്പോൾ ബോഡി റൊട്ടേറ്റീവ് ഫ്രെയിമിലാണ്. എഫ് സ്പേസ് ഈസ് ഈക്വൽ എഫ് ബോഡി പ്ലസ് എല്ലാം വെക്ടറാണ് കേട്ടോ, ഫോഴ്സ് വെക്ടറാണ് എന്ന് ഓർക്കണം. എഫ് സ്പേസ് ഈസ് ഈക്വൽ ടു 2m ഒമേഗ ക്രോസ് വി ബോഡി, വെലോസിറ്റി ബോഡി പ്ലസ് എം ഒമേഗ ക്രോസ് ആർ വെക്റ്റർ പ്ലസ് എം ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി ടി ക്രോസ് ആർ. ഒമേഗ ആംഗുലർ സ്പീഡാണ്. 2 ഫോഴ്സ് ഉണ്ട്. സ്പേസിനെ ആധാരമാക്കിയുള്ള വസ്തുവിലെ ഫോഴ്സ്, പിന്നെ ആ വസ്തുവിൽ റൊട്ടേറ്റീവ് ഫ്രെയിമിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഫോഴ്സ്, അങ്ങനെ ഒമേഗ ആംഗുലർ സ്പീഡൊക്കെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. വേർ എഫ് ബോഡി ഈസ് ദ ഫോഴ്സ് ഓൺ ദി ബോഡി ഇൻ ദ റൊട്ടേറ്റിംഗ് ഫ്രെയിം. യെസ്, where F body is the force on the body in the rotating frame S, and F space is the force on the body with respect to the inertial frame. F body is the force on the body in the rotating frame S dash. അപ്പോൾ ആ മുകളിലത്തെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എഫ് ബോഡി കാണുമ്പോൾ, എഫ് ബോഡി മാത്രം നമ്മൾ റൈറ്റ് കീപ്പ് ചെയ്തിട്ട് ബാക്കി എല്ലാ സംഖ്യകൾ ലെഫ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എഴുതാമല്ലോ. എഫ് ബോഡി ഈസ് ഈക്വൽ എഫ് സ്പേസ് മൈനസ്, കാരണം ആ റൈറ്റിലുള്ള സംഖ്യകളെല്ലാം ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ നെഗറ്റീവായിട്ട് മാറും. എഫ് ബോഡി ഈസ് എഫ് സ്പേസ് മൈനസ് 2m ഇൻറ്റു ഒമേഗ ക്രോസ് വി ബോഡി മൈനസ് എം ഒമേഗ ക്രോസ് ആർ മൈനസ് എം ഡി ഒമേഗ ഡി ടി ക്രോസ് ആർ. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇക്വേഷൻ 1 ഉം 2 നിങ്ങൾ പ്രത്യേകം പഠിക്കണം. എന്നാലേ ഈ 2 ഫോഴ്സുകൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കൊറിയോളിസ് ഫോഴ്സ് ആണ്. ഫസ്റ്റ് കൊറിയോളിസ് ഫോഴ്സ്. അപ്പോൾ വാട്ട് ഈസ് കൊറിയോളിസ് ഫോഴ്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇക്വേഷൻ 2 എങ്കിലും അത്യാവശ്യം എഴുതണം. ഇക്വേഷൻ 2 എഴുതിയിട്ടാണ് പറയുന്നത്. അപ്പോൾ 2 കാണാൻ പഠിക്കണം. ഇത് 1 മാർക്കിൻ്റെതോ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെയോ ചോദ്യമായിരിക്കും. അതുകൊണ്ട് ആ ഇക്വേഷൻ 2 ഒന്ന് കാണാതെ പഠിച്ചുകൊള്ളണം. അത് എഴുതിയിട്ട് നോക്കുക. കൊറിയോളിസ് ഫോഴ്സ്. In equation 2, the second term in the RHS is called Coriolis force, FCO. അപ്പോൾ മുകളിൽ കാണുന്ന ഇക്വേഷനിലെ RHSലുള്ള സെക്കൻഡ് ടേം, ആ -2m ഒമേഗ ക്രോസ് വി ബോഡി എന്നുള്ള ടേം, അതാണ് സെക്കൻഡ് ടേം. ഇവിടെ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് കൊറിയോളിസ് ഫോഴ്സ്, FCO. So Coriolis force FCO is equal to -2m omega cross v body. That is equation number 3. M is mass. FCO is equal to -2m omega cross v body. Equation number 3. This force is 0 when v body is equal to 0. അപ്പോൾ ആ വസ്തുവിൻ്റെ വെലോസിറ്റി പൂജ്യമാണെങ്കിൽ ഈ ഫോഴ്സ് പൂജ്യമായിരിക്കും. ദിസ് ഫോഴ്സ് ഇസ് 0 വെൻ വി ബോഡി ഈസ് ഇക്വൽ ടു 0 വിത്ത് റെസ്പെക്ട് ടു എസ് ഡാഷ് ഫ്രെയിം. അപ്പോൾ റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ ഈ ഫോഴ്സ് ഉള്ളൂ. ആ ഫ്രെയിം, ഈ ബോഡി ഇരിക്കുന്ന ഫ്രെയിം റൊട്ടേറ്റ് ചെയ്താൽ വരുന്ന ഫോഴ്സാണ്. FCO is equal to -2m omega plus v body. ഈ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് കൊറിയോളിസ് ഫോഴ്സ്. ഇനി അടുത്ത ടേം ഒന്ന് നോക്കുക. അതിനെ നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയും. ദ തേർഡ് ടേം ഇൻ ദി RHS, നിങ്ങൾ ഇക്വേഷൻ 2 പോയി നോക്കിയാൽ മതി. അത് തന്നെയാണ് ഇവിടെ നമ്മൾ റീറൈറ്റ് ചെയ്യുന്നത്. ദ തേർഡ് ടേം ഇൻ ദി RHS ഓഫ് ഇക്വേഷൻ നമ്പർ 2 ഈസ് കോൾഡ് സെൻട്രിപീറ്റൽ ഫോഴ്സ്. The third term in the RHS, you look at the third term.
is called centripetal force, or which is also the centrifugal force. Centrifugal force. You can write a centrifugal, that is sufficient. We write here a minus sign. So you write a centrifugal എന്ന് എഴുതിക്കോളൂ. സെൻട്രിപീറ്റൽ അല്ല സെൻട്രിഫ്യൂഗൽ എന്ന് എഴുതിക്കോളൂ. കാരണം സെൻട്രിപീറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫോഴ്സാണ് സെൻട്രിഫ്യൂഗൽ. നമ്മൾ ടൈറ്റിൽ സെൻട്രിഫ്യൂഗൽ എന്നല്ല എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആ സെൻട്രിഫ്യൂഗൽ തന്നെ കൊടുക്കുക, മൈനസ് ഉള്ളതുകൊണ്ടാണ്. ആ സെൻട്രിപീറ്റൽ തിരുത്തി സെൻട്രിഫ്യൂഗൽ എന്ന് എഴുതുക. രണ്ടും നമുക്കറിയാം, രണ്ടും സെയിം ആണ്, ഓപ്പോസിറ്റ് ആണെന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ഫോഴ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സെൻട്രിഫ്യൂഗൽ എന്ന് എഴുതുക, സെൻട്രിപീറ്റൽ എന്ന വാക്ക് വേണ്ട. അപ്പോൾ ഒന്നൊരു വായിക്കട്ടെ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് FCF. The third term in the RHS of equation 2 is called centrifugal force. That is centrifugal force. Centrifugal ആണ്. Centrifugal force FCF. FCF is equal to minus m omega cross r. Minus m omega cross r. അപ്പോൾ ഫോഴ്സ് എല്ലാം സെൻട്രിഫ്യൂഗൽ ആക്കുക കേട്ടോ. അപ്പോൾ സെൻട്രിഫ്യൂഗൽ തിരുത്തണേ. സെൻട്രിപീറ്റൽ എന്നുള്ള വാക്ക് വേണ്ട. ഇപ്പോൾ രണ്ട് സ്ഥലത്തൊന്നും തിരുത്തിക്കോളാം. സെൻട്രിഫ്യൂഗൽ എന്നാക്കിയാൽ FUGAL, സെൻട്രി. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൽ ഇക്വേഷൻ CF is equal to minus m omega cross r. ഇനി ഒരു തേർഡ് ടേം ഉണ്ടല്ലോ, അതിന് പ്രത്യേകിച്ചൊരു പേരും പറയുന്നില്ല. അതിങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് ടേം ഓൾസോ റെപ്രസെൻറ്റ്സ് എ ഫോഴ്സ്, ബട്ട് ദിസ് വിൽ വാനിഷ് ഇഫ് d omega by dt is equal to 0. അപ്പോൾ ലാസ്റ്റ് ടേം ഒരു ഫോഴ്സ് തന്നെ, കാരണം ഒരു ഫോഴ്സ് ഇക്വേഷൻ ആണല്ലോ. ഫോഴ്സ് ഇക്വേഷനകത്ത് വരുന്ന എല്ലാ ടേമുകളും ഫോഴ്സ് ടേമുകളായിരിക്കും. അപ്പോൾ ലാസ്റ്റ് ടേമും ഒരു ഫോഴ്സ് ടേമാണ്. അതിന് പ്രത്യേക പേര് വിളിക്കുന്നില്ല. പിന്നെ മാത്രമല്ല, ഈ ആംഗുലർ ആക്സലേഷൻ d omega by dt 0 ആണെങ്കിൽ ആ ഫോഴ്സ് 0 ആയിരിക്കും. ആ ലാസ്റ്റ് ടേം d omega by dt 0 ആണെങ്കിൽ ലാസ്റ്റ് ടേം കാണിക്കുന്ന ഫോഴ്സ് ഇക്വേഷൻ നമ്പർ 2-ൽ ലാസ്റ്റ് ടേം കാണിക്കുന്ന ഫോഴ്സ് 0 ആയിട്ട് മാറും. d omega by dt 0 ആണെങ്കിൽ. അതാണ് ഇവിടെ പറയുന്നത്. ഇത് ലാസ്റ്റ് ടേം മൂന്നാമത്തെ കേസായിട്ട് പറയുകയാണ്. അതിന് പേര് പറയുന്നില്ല. ദ ലാസ്റ്റ് ടേം ഓൾസോ റെപ്രസെൻറ്റ്സ് എ ഫോഴ്സ് ആൻഡ് ദിസ് ഫോഴ്സ് വിൽ വാനിഷ് ഇഫ് d omega by dt is equal to 0. Therefore equation 2 can be written as, ആ ലാസ്റ്റ് ഫോഴ്സ് നമ്മൾ 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ 2 ഇങ്ങനെ എഴുതാം. F body is equal to F space പ്ലസ് FCO പ്ലസ് FCF. ഓർക്കണം, FCOയും FCFും നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ടൈം ആയിട്ട് നമ്മൾ മുകളിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ പ്ലസ് ചെയ്താൽ മതി, അതിന് വാല്യൂ നെഗറ്റീവ് ആണെന്ന് ഓർത്തുകൊള്ളാം. ഇക്വേഷൻ നമ്പർ 3. Therefore the total fictitious force in rotating frame, ആ FCOയും FCFും ഒരുമിച്ച് പറയുന്ന പേര്, കൊറിയോളിസ് ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഒരുമിച്ച് പറയുന്ന പേരാണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. Therefore total fictitious force in rotating frame is given by FO. FO is equal to FCO plus FCF. The fictitious force arises അല്ലെങ്കിൽ ഫോഴ്സ് വേണം എഴുതാം. The fictitious forces arise due to the non-inertial nature of reference frames. ഇപ്പോൾ റെഫറൻസ് ഫ്രെയിമിൻ്റെ നോൺ ഇനർഷ്യൽ നേച്ചർ മൂലമാണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ചില ക്വസ്റ്റ്യനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ കൊറിയോളിസ് ഫോഴ്സ് ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതെല്ലാം പരീക്ഷയുടെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 ഡിസ്കസ് ദി ഫിക്റ്റീഷ്യസ് ഫോഴ്സസ് അറൈസിങ് ഇൻ യൂണിഫോം റൊട്ടേഷണൽ മോഷൻ. ഇനി അത് വെച്ച് ചോദിച്ചിട്ടുള്ള മറ്റു ചില ക്വസ്റ്റ്യൻസാണ് ഇവിടെ പറയുന്നത്. വാട്ട് ഈസ് ദി എഫക്റ്റ് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓൺ ദി വാല്യൂ ഓഫ് G? അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്
കാരണം എർത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും റൊട്ടേറ്റിംഗ് ഫ്രെയിമാണല്ലോ. എർത്ത് കറങ്ങുന്ന ഒരു വസ്തുവായിട്ടാണ് എർത്തിനെ കരുതുന്നത്. അപ്പോൾ അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അല്ലെങ്കിൽ കൊറിയോളിസ് ഫോഴ്സ് ഒക്കെ വരും. അപ്പോൾ അതാണ് ചോദ്യം, വാട്ട് ഇസ് ദി എഫക്റ്റ് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓൺ ദി വാല്യൂ ഓഫ് ജി. അപ്പോൾ ജി എന്ന് പറഞ്ഞാൽ ആക്സലേഷൻ ഓഫ് ഗ്രാവിറ്റിയാണ്. ആ ജി പല കാരണങ്ങൾ കൊണ്ട് മാറും. ഹൈറ്റ്, ഡെപ്ത്, റൊട്ടേഷൻ ഓഫ് എർത്ത്, നിങ്ങൾ പഠിച്ചിട്ടില്ലേ റൊട്ടേഷൻ ഓഫ് എർത്ത്. ആ കാരണങ്ങളാലൊക്കെ ജി മാറും. അപ്പോൾ ഇവിടെ റൊട്ടേഷൻ മൂലം ജി മാറുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുകയാണ്. വി നോ ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എഫ് സി എഫ് ഈസ് ഈക്വൽ ടു മൈനസ് എം ഒമേഗ ക്രോസ് ഒമേഗ ക്രോസ് ആർ. ദാറ്റ് ഈസ് ഈക്വൽ ടു വെക്ടർ മാറ്റി പറഞ്ഞാൽ എം ആർ ഒമേഗ സ്ക്വയർ എന്ന് വരും. കാരണം എമ്മിൻ്റെ ആറുണ്ട്, ഒമേഗ സ്ക്വയർ ഉണ്ട്. എം ആർ ഒമേഗ സ്ക്വയർ യു റീഡ് ആസ് എം ആർ ഒമേഗ സ്ക്വയർ. ഡ്യൂ ടു ദിസ് ഫോഴ്സ് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിക്കംസ്. ഈ ഫോഴ്സ് മൂലം ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വരുന്നത് ജി ഡാഷ് അല്ലെങ്കിൽ ജി സ്റ്റാർ ജി മൈനസ് ഒമേഗ ക്രോസ് ആർ. കാരണം ഇത് ഒമേഗ സ്ക്വയർ ആറാണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ ഈ സെൻട്രിപിറ്റൽ അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ബി സ്ക്വയർ ബൈ ആർ ഓർ ആർ ഒമേഗ സ്ക്വയർ. ആർ ഒമേഗ സ്ക്വയർ എന്ന ടേമാണ് രണ്ടാമത് എഴുതിയിരിക്കുന്ന വെക്ടർ ഫോമിൽ. ഇതേപോലെ ജി സ്റ്റാർ ഇസ് ജി മൈനസ് ഒമേഗ ക്രോസ് ആർ. ആ വെക്ടർ മാറ്റി കഴിഞ്ഞാൽ ജി ഇസിക്വൽ മൈനസ് ഒമേഗ സ്ക്വയർ ആർ സൈൻ തീറ്റ. കാരണം ഡബ്ല്യു ക്രോസ് ആർ എന്ന് പറഞ്ഞാൽ ഒമേഗ ക്രോസ് ആർ എന്ന് പറഞ്ഞാൽ ഒമേഗ ആർ സൈൻ തീറ്റയാണല്ലോ. തീറ്റ 90 ആണെങ്കിൽ ഈ ഫോഴ്സ് ഈ ടേം ഏറ്റവും വലുതാകും. അപ്പോൾ ജി സ്റ്റാറിൻ്റെ വാല്യൂ കുറയും. അപ്പോൾ ഈ റൊട്ടേഷൻ മൂലം ഉള്ള പുതിയ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദി ന്യൂ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് എർത്ത് due to centrifugal force is given by this that is g minus omega square r sin theta. Theta 0 ആണെങ്കിൽ ജിക്ക് യാതൊരു മാറ്റവുമില്ല. If theta is equal to 0 degree, g star is g. At the equator of earth, theta is 90. തീറ്റയെ വിളിക്കുന്ന പേരാണ് കോലാറ്റിറ്റ്യൂഡ് എന്ന് പറയും. കോലാറ്റിറ്റ്യൂഡ് 90ൽ നിന്ന് നമ്മൾ ഇക്വറ്റൽ ആംഗിളായ 0 കുറക്കുമ്പോൾ കിട്ടുന്നതാണ് കോലാറ്റിറ്റ്യൂഡ്. അറ്റ് ദ ഇക്വേറ്റർ ജി സ്റ്റാർ ഇസ് ജി മൈനസ് ഒമേഗ സ്ക്വയർ സൈൻ 90. ദാറ്റ് ഈസ് ജി ഇസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു 1. ജി സ്റ്റാർ ഇസ് ജി മൈനസ് ഒമേഗ സ്ക്വയർ ആർ. ഇതാണ് ആ ജിക്ക് വരാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ റൊട്ടേഷൻ ഓഫ് എർത്ത് മൂലം. ജിക്ക് വരാവുന്ന റൊട്ടേഷൻ ഓഫ് എർത്ത് മൂലം ജിക്ക് വരാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ എഴുതിയിരിക്കുന്നത് അത് ഇക്വേറ്ററിലാണ്, ഭൂമധ്യരേഖയിലാണ്. ജി സ്റ്റാർ ഇസ് ജി മൈനസ് ഒമേഗ സ്ക്വയർ ആർ. ഫ്രം ദി അബോവ് കാൽക്കുലേഷൻ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ വാല്യൂ ഓഫ് ജി വിൽ ബി ഗ്രേറ്റർ അറ്റ് ദ പോൾസ് ബൈ 0.034 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതായത് ഈ ഭൂമധ്യരേഖയിൽ ജിയുടെ വാല്യൂ കുറവാണ്, നമുക്കറിയാം. ഇക്വേറ്ററിൽ ജിയുടെ വാല്യൂ കുറവാണ്. പിന്നെ പോൾസിൽ ജിയുടെ വാല്യൂ മാക്സിമമാണ്. അപ്പോൾ പോൾസിൽ ജിയുടെ വാല്യൂ മാക്സിമം വരുന്നതിൻ്റെ കാരണം ഈ ഭൂമധ്യരേഖയിൽ വരുമ്പോൾ ഇക്വേറ്ററിൽ വരുമ്പോൾ ഈ ടൈം ഈ ഒമേഗ സ്ക്വയർ ആർ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയൊരു ഫാക്ട് വരുന്നതുകൊണ്ട് നമുക്ക് പറയാം ഇക്വേറ്ററിലെയും പോൾസിലെയും ജി തമ്മിൽ ഒരു -0.34 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനിൽ വ്യത്യാസം വരാം. പോൾസിലാണ് ജി കൂടുതൽ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ കൊറിയോളിസ് പ്രസന്റ് ക്വസ്റ്റ്യനാണ്. വാട്ട്സ് എഫക്റ്റ് ഓഫ് കൊറിയോളിസ് ഫോഴ്സ് ഓൺ എ ഫാളിംഗ് ബോഡി. ഒരു വസ്തു താഴോട്ട് വീണാൽ ആ താഴോട്ട് വീഴുന്ന എത്ര റൊട്ടേറ്റിംഗാണെന്ന് ഓർത്തോളാം, അതുകൊണ്ടാണ് ഈ എക്സ്പ്ലനേഷൻ വരുന്നത്. വാട്ട് ഈസ് എഫക്റ്റ് ഓഫ് കൊറിയോളിസ് ഫോഴ്സ് ഓൺ എ ഫാളിംഗ് ബോഡി. ഒരു വസ്തു താഴോട്ട് വീണാൽ അതിൻ്റെ പുറത്ത് കൊറിയോളിസ് ഫോഴ്സിൻ്റെ എഫക്റ്റ് എന്താണ്? വാട്ട്സ് എഫക്റ്റ് ഓഫ് കൊറിയോളിസ് ഫോഴ്സ് ഓൺ എ ഫാളിംഗ് ബോഡി. വാട്ട്സ് എഫക്റ്റ് ഓഫ് കൊറിയോളിസ് ഫോഴ്സ് ഓൺ എ ഫാളിംഗ് ബോഡി. കൊറിയോളിസ് ഫോഴ്സ് FCO is equal to -2m omega cross V. We have seen. Due to the effect of this force, it is found that a body dropped from a height of 100 meters and co-latitude 45. Co-latitude, അതായത് ലാറ്റിറ്റ്യൂഡ് തീറ്റയാണെങ്കിൽ 90 കുറക്കുന്നതാണ് co-latitude എന്ന് പറഞ്ഞാൽ. ഭൂമധ്യരേഖയിൽ ലാറ്റിറ്റ്യൂഡ് 0 ആണ്. പിന്നെ പോൾസിൽ ലാറ്റിറ്റ്യൂഡ് 90 ആണ്. 90
അങ്ങനെ നമ്മൾ ലാറ്റിറ്റ്യൂഡ് അളക്കുന്നത്. ഭൂമധ്യരേഖയിൽ ലാറ്റിറ്റ്യൂഡ് 0 ഡിഗ്രിയാണ്, പോൾസിൽ ലാറ്റിറ്റ്യൂഡ് 90 ആണ്. കോ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ ലാറ്റിറ്റ്യൂഡ് കുറക്കുന്നതാണ്. ഈ കോ ലാറ്റിറ്റ്യൂഡ്. അപ്പം ഭൂമധ്യരേഖയിലെ ഇക്വേറ്ററിലെ കോ ലാറ്റിറ്റ്യൂഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 - 0, ഇപ്പോൾ 90. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. Coriolis force FCO is equal to -2m omega cross V. Due to the effect of this Coriolis force, it is found that a body dropped from a height of 100 meter and co-latitude 45 degree has deviated a distance of 1.55 centimeter. use സെൻറ്റിമീറ്റർ ടുവേഴ്സ് ഈസ്റ്റ്. ഇപ്പം ഇവിടെ കൊറിയോളിസ് ഫോഴ്സിൻ്റെ എഫക്റ്റ് മൂലം ഒരു വസ്തു മുകളിൽ നിന്ന് വീഴുകയാണെങ്കിൽ, എത്ര മുകളിൽ നിന്ന്, 100 മീറ്റർ മുകളിൽ നിന്ന് വീഴുകയാണെങ്കിൽ, ഏത് സ്ഥലത്ത്, കോ ലാറ്റിറ്റ്യൂഡ് 45 ഉള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ് 45 ഉള്ള സ്ഥലത്ത്. കാരണം 90 - ലാറ്റിറ്റ്യൂഡാണല്ലോ കോ ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഒരു സ്ഥലത്ത് 100 മീറ്റർ മുകളിൽ നിന്ന് വസ്തു താഴത്തേക്ക് വീഴുകയാണ്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അവിടെ കോ ലാറ്റിറ്റ്യൂഡ് 45 ആണ്. അങ്ങനെ വീഴുന്ന വസ്തു ഈസ്റ്റിലേക്ക്, കിഴക്കോട്ട് ഒരു 1.55 സെൻറ്റിമീറ്റർ ഷിഫ്റ്റ് ചെയ്യും. എന്ത് കാരണം, എന്ത് മൂലമാണ്? ഈ കൊറിയോളിസ് ഫോഴ്സിൻ്റെ എഫക്റ്റ് മൂലമാണ്. അപ്പോൾ കൊറിയോളിസ് ഫോഴ്സിൻ്റെ എഫക്റ്റ് ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിൽ എങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചാൽ, 100 മീറ്റർ പൊക്കത്തിൽ 45 ഡിഗ്രി കോ ലാറ്റിറ്റ്യൂഡുള്ള സ്ഥലത്ത് ഒരു വസ്തു വീണാൽ, 100 മീറ്റർ പൊക്കത്തിൽ നിന്ന് താഴോട്ട് എർത്തിലേക്ക് വീണാൽ, അതിൻ്റെ മോഷനിൽ 1.55 സെൻറ്റിമീറ്റർ അത് കിഴക്കോട്ട് മാറിയേ വീഴുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, എർത്ത് കനോട്ട് ബി യൂസ്ഡ് ആസ് ആൻ ഇനർഷ്യൽ ഫ്രെയിം. കമൻറ്റ്. ഭൂമിയെ നമുക്ക് ഇനർഷ്യൽ ഫ്രെയിം എന്ന് കരുതാനും പറ്റില്ല. കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭൂമി റൊട്ടേറ്റിംഗ് ആണ്. റൊട്ടേറ്റിംഗ് ഫ്രെയിം എല്ലാം നോൺ ഇനർഷ്യലാണ്. ഇനർഷ്യൽ ഫ്രെയിം ആണെങ്കിൽ അവിടെ കൊറിയോളിസ് ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും പാടില്ല. പക്ഷേ നമ്മൾ എർത്തിന് ഈ രണ്ട് ഫോഴ്സും കാണുന്നുണ്ട്. ആ കാരണം കൊണ്ട് എർത്ത് ഒരു ഇനർഷ്യൽ ഫ്രെയിം അല്ല, മറിച്ച് നോൺ ഇനർഷ്യൽ ഫ്രെയിം, റൊട്ടേറ്റിംഗ് ഫ്രെയിം, സെൻട്രിഫ്യൂഗൽ ആക്സലറേഷനുള്ള ഫ്രെയിം, കൊറിയോളിസ് ഫോഴ്സുള്ള ഫ്രെയിം, ഫിക്റ്റീഷ്യസ് ഫോഴ്സുള്ള ഫ്രെയിം, നോൺ ഇനർഷ്യൽ ഫ്രെയിമാണ് എർത്ത്. ബിക്കോസ് ബോത്ത് കൊറിയോളിസ് ഫോഴ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് എർത്തിനെ നമ്മൾ ഒരു ഇനർഷ്യൽ ഫ്രെയിം എന്ന് വിളിക്കാത്തത്? Because both the Coriolis force and the centrifugal force act on a body due to the rotation of Earth. Earth is an accelerated frame. Hence, Earth is not an inertial frame. നിങ്ങൾക്ക് ചോദിക്കാം fictitious force. നിങ്ങൾക്ക് പറയാം there are fictitious force in the case of rotation of Earth. ഇത്ര എഴുതിയാൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഞാൻ 98 ഇരിക്കുന്നത് പണ്ടത്തെ ചോദ്യമാണ്. അപ്പോൾ അത് അന്ന് സിലബസിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 10 വർഷം സിലബസ് ഇല്ലായിരുന്നു. പിന്നെയും ചേർത്ത് ഇപ്പോൾ വന്നിരിക്കുന്നതാണത്. സിലബസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു 10-20 കൊല്ലം മുമ്പ് ഇത് നമ്മുടെ സിലബസിലുണ്ടായിരുന്നു. അന്നത്തെ ചോദ്യമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ സിലബസ് മാറി, ഈ ചാപ്റ്ററൊക്കെ മാറ്റി കുറേ നാൾ ഇത് ഇല്ലാതെ റൺ ചെയ്തു. ഒരു 10-15 കൊല്ലം അയാളൊക്കെ റൺ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ സിലബസിലും ഈ സിലബസിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഇയർ അങ്ങനെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഇവിടെ. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഇത് മാറ്റിയെന്ന് വരും. അപ്പോൾ ഇതാണൊരു ക്വസ്റ്റ്യൻ. 98 ചോദിച്ചൊരു അല്പം പഴയ ചോദ്യമാണ് കേട്ടോ. പണ്ട് സിലബസ് ഉണ്ടായിരുന്നതാണ്. ദ വിൻഡ്സ് അസോസിയേറ്റഡ് വിത്ത് സൈക്ലോൺസ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ ആർ കൗണ്ടർ ക്ലോക്ക് വൈസ്. വൈ? ദ വിൻഡ്സ് അസോസിയേറ്റഡ് with the cyclones in the northern hemisphere are counterclockwise. Counterclockwise means anti-clockwise. Anti-clockwise. അതായത് ഈ സൈക്ലോൺ അറിയാം, ചുഴലിക്കാറ്റോട് ബന്ധപ്പെട്ട കാറ്റ് അത് സർക്കുലറായിട്ടാണല്ലോ ചുഴലിക്കാറ്റിൽ വീശുന്നത്. അത് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കാറ്റ്
ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് തോന്നും. ഇപ്പം നമ്മൾ താഴെ നിന്ന് എവിടെ നോക്കണം? ചുഴലിക്കാറ്റിനാണ്. ചുഴലിയുള്ളപ്പോൾ നമ്മുടെ കാര്യമില്ല പറയുന്നത്. അങ്ങനെ കാറ്റ് വീശുമ്പോൾ നമ്മൾ നോക്കാൻ ഇടയായാൽ ആ കാറ്റ് ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കറങ്ങുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, വലത്തോട്ട് കറങ്ങില്ല. എന്താണ് കാരണം? ആൻറ്റി ക്ലോക്ക് വൈസ് കയറുന്നത്. അപ്പോൾ നോക്കി, ദ വിൻഡ്സ് അസോസിയേറ്റഡ് വിത്ത് cyclones in the northern hemisphere are counterclockwise, anti-clockwise. Why? ഉത്തരം പറയുന്നത് നോക്കിയേ. എ പാർട്ടിക്കിൾ അറ്റ് റെസ്റ്റ് ഓർ ഇൻ മോഷൻ ഓൺ ദി എർത്ത് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ കൊറിയോളിസ് ഫോഴ്സ്. ഭൂമിയിലുള്ള ഒരു വസ്തുവിൽ കൊറിയോളിസ് ഫോഴ്സ് പ്രവർത്തിക്കും. ദ കൊറിയോളിസ് ഫോഴ്സ് ഇസ് ഗിവൺ ബൈ MCO is equal to minus FCO is equal to minus 2m omega cross V. This Coriolis force gets sufficient time to act upon wind, making the position vector turn at a constant speed of minus omega sin theta. അപ്പോൾ കൊറിയോളിസ് ഫോഴ്സ് വിൻഡിൽ പ്രവർത്തിച്ചാൽ അത് ഈ ഒരു സ്പീഡിൽ മൈനസ് ഒമേഗ സൈൻ തീറ്റയിൽ റൊട്ടേറ്റ് ചെയ്യാം. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സിൻസ് ഇത് in the northern hemisphere theta is positive. Northern hemisphere theta positive ആണ്. This rotation as viewed from above is clockwise, and if viewed from below it is counterclockwise. അപ്പോൾ രണ്ട് കേസും പറഞ്ഞിരിക്കുക. ഇപ്പോൾ കാറ്റിന് നമുക്ക് പിന്നെ മുകളിൽ നോക്കാൻ താഴെ നോക്കാമല്ലോ. ഭൂമിയിൽ നിന്ന് മണ്ണിൽ ചവിട്ടി നിന്ന് നമ്മൾ കാറ്റിനെ വാച്ച് ചെയ്താൽ ആ കാറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇനി കാറ്റിൻ്റെ മുകളിൽ ഒരു ഹെലികോപ്റ്ററിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഒരു വിമാനത്തിൽ നിന്ന് നമുക്ക് കാറ്റിനെ വാച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആയിട്ട് തോന്നും. താഴെ നോക്കിയാൽ ഈ കാറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് തോന്നും. ഈ കൊറിയോളിസ് ഫോഴ്സിൻ്റെ എഫക്റ്റ് മൂലമാണ്. അതാണ് ഉത്തരം. അപ്പോൾ നോക്കിയേ, കാറ്റ് നമ്മൾ നോക്കുന്നത് താഴെ നിന്നാണ്. അപ്പോൾ അത് ആൻറ്റി ക്ലോക്ക്, ഇപ്പോൾ ചുഴലിക്കാറ്റാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ കാറ്റ് കറങ്ങുക. ഇപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ചുഴലിക്കാറ്റുകളെല്ലാം ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും കറങ്ങുന്നത്. ഹെൻസ് ആൻസർ. ഈ പിന്നെ ഇന്ത്യയുടെ പൊസിഷൻ അറിയാമല്ലോ. നമ്മൾ എർത്ത് നോക്കുകയാണെങ്കിൽ ഭൂമധ്യരേഖയുടെ വടക്കോട്ട് മാറിയാണ് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യ കിടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ചുഴലിക്കാറ്റൊക്കെ വീശി കഴിഞ്ഞാൽ താഴെ നോക്കുമ്പോൾ മേപ്പോട്ട് നോക്കുമ്പോൾ ആ കാറ്റ് നോക്കാൻ പറ്റുകയാണെങ്കിൽ, കാറ്റ് തെറിപ്പിച്ചില്ലെങ്കിൽ ആ കാറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് തോന്നും. അതിന് കാരണം ഈ കൊറിയോളിസ് ഫോഴ്സ് ആണ്. എർത്തിൻ്റെ റൊട്ടേഷൻ മൂലമുള്ള, എർത്തിൻ്റെ നോൺ ഇനർഷ്യൽ ഫ്രെയിം എന്നുള്ള നേച്ചർ മൂലമുള്ള ആ കൊറിയോളിസ് ഫോഴ്സ് മൂലമാണ് ഈ കാറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആകുന്നത്. ഹെൻസ് ആൻസർ. Due to the same reason, the wind in the southern hemisphere is clockwise. അപ്പോൾ ഇതിങ്ങനെ പറയുന്നതിന് ഒരു ലോ എന്നാ പറയുന്നത്? ഫെറൽസ് ലോ. ദിസ് ഈസ് നോൺ ആസ് ഫെറൽസ് ലോ. അപ്പോൾ അത് ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിങ്ങനെയുണ്ട്. ദ ട്രേഡ് വിൻഡ്സ്, കാറ്റ്, ദ ട്രേഡ് വിൻഡ്സ് ആർ ഫോംഡ് ആസ് ദി കൺസിക്വൻസ് ഓഫ് Coriolis forces apply. The trade winds, നമ്മൾ സൈക്ലോണിൽ പറയും ട്രേഡ് വിൻഡ്. സാധാരണ കാറ്റും ചിലപ്പോൾ റൊട്ടേഷൻ ഉണ്ടാകും. ദ ട്രേഡ് വിൻഡ്സ് ആർ ഫോംഡ് ആസ് ദി കൺസിക്വൻസ് ഓഫ് Coriolis force. അപ്പോൾ എക്സ്പ്ലെയിൻ. അതാണ് ഈ മുകളിൽ കാണുന്നതിന് ഉത്തരം. പിന്നെ ഇതുമായിട്ട് അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേര് ഫെറൽസ് ലോ എന്ന് പറയും. ഫെറൽസ് ലോ, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൈക്ലോണുകളെല്ലാം ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും എന്ന് പറയുന്നതാണ് ഫെറൽസ് ലോ. ഇപ്പോൾ ഇന്ത്യയിൽ ഒരാൾ സൈക്ലോൺ വാച്ച് ചെയ്താൽ അതിൻ്റെ റൊട്ടേഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അത് നമ്മുടെ ഫാനൊക്കെ ഇല്ലേ, നമ്മുടെ സീലിംഗ് ഫാനിൻ്റെ റൊട്ടേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ വാച്ച് ചെയ്താൽ മനസ്സിലാകും. അതെല്ലാം കറക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസാണ്. ഏത് സീലിംഗ് ഫാൻ നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ വീട്ടിലുള്ള സീലിംഗ് ഫാൻ നോക്കിക്കോ, അത് കറങ്ങുന്നത് ആൻറ്റി ക്ലോക്ക് വൈസാണ്. അപ്പോൾ ചിലക്കെല്ലാം സംശയം വരാം അതിന് ക്ലോക്ക് വൈസ് കറക്കിക്കൂടെ എന്നുള്ളത്. ക്ലോക്ക് വൈസ് ഇന്ത്യയിൽ കറക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ഈ പ്രകൃതിയായിട്ട് ഇണങ്ങിക്കഴിയുന്നവരാണ്. അപ്പോൾ അതിന് വ്യത്യാസമായിട്ട് ആ പ്രകൃതിയിലുള്ള നമ്മുടെ അനുഭവത്തിന് വ്യത്യാസമായിട്ട് നമുക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തലവേദനയോ അതുപോലുള്ള അസുഖങ്ങളുണ്ടാകും. അപ്പോൾ എല്ലാ കാറ്റുകളും ആൻറ്റി ക്ലോക്ക് വൈസാണ്.
അപ്പോൾ ഫാനിൻ്റെ കാറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് തോന്നിയാലേ നമുക്ക് ഫെമിലിയാരിറ്റി ഉണ്ടാകുള്ളൂ, നാച്ചുറാലിറ്റി ഉണ്ടാകുള്ളൂ. അതിനു വേണ്ടിയാണ് ഈ ഫാനെല്ലാം ആൻറ്റി ക്ലോക്ക് ചേർക്കുന്നത്. ഇനി നമ്മൾ സദേൺ ഹെമിസ്ഫിയറുള്ള ഒരു രാജ്യത്ത് പോയി നോക്കുകയാണെങ്കിൽ അവിടെ ഫാന് ക്ലോക്ക് വൈസ് കറക്കിയിരിക്കും. നിർമ്മാതാക്കൾ പ്രത്യേകം ഓർക്കും. അപ്പോൾ ഇന്ത്യയിൽ ഈ ഫാൻ കമ്പനികൾ, ഈ സീലിംഗ് ഫാൻ കമ്പനികളെല്ലാം അവർ ഫാൻ ഇറക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. എന്നാലത് ഈ ടേബിൾ ഫാൻ അത് വേണ്ട. ടേബിൾ ഫാൻ എല്ലാം ക്ലോക്ക് വൈസാണ് കിടക്കുന്നത്. അപ്പോൾ ടേബിൾ ഫാൻ നമ്മൾ നേരെ വരുന്ന കാറ്റാണ്, മുകളിൽ വരുന്നതല്ല. അപ്പോൾ അത് കൊണ്ട് കുഴപ്പമില്ല. നേരെ വരുന്ന കാറ്റ് എങ്ങനെയും വരാമല്ലോ. അതുകൊണ്ട് അവർ ക്ലോക്ക് വൈസ് കിടക്കുന്നു. എല്ലാ സീലിംഗ് ഫാനും ആൻറ്റി ക്ലോക്ക് വൈസ് ഇന്ത്യയിൽ കറക്കുന്നതിൻ്റെ കാരണം ഇന്ത്യൻ മാനുഫാക്ചറേഴ്സ് സീലിംഗ് ഫാനെല്ലാം ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആക്കിയതിൻ്റെ കാരണം ഈ കൊറിയോളിസ് ഫോഴ്സിൻ്റെ എഫക്റ്റാണ്. നമുക്ക് നാച്ചുറാലിറ്റി തോന്നാൻ വേണ്ടിയാണ്, ഫെമിലിയാരിറ്റി തോന്നാൻ വേണ്ടിയാണ്, ഫെറൽ സോയുടെ ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ തന്നെ ഫാനിട്ട് നോക്കുക, എങ്ങനെയാണ് കറങ്ങുന്നത് നോക്കുക. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. That is all. Thank you very much. And with this, our frames of reference and Galileo transformations are over. And our next class, from next class onwards, we start a very important topic, that is a special theory of relativity. Thank you very much.